കാലത്തെ അറിയുന്നുണ്ട്, അടുത്ത സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. പിന്നെ അറിയുന്നത് 4 പേര് മരിച്ച്, പിന്നെ മരണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ്ട് 5 മണി കഴിഞ്ഞെന്നൊക്കെയാണ് എൻ്റെ സ്ഥിരീകരണം അറിയുന്നത്. വിളിച്ചത് അന്ന് രാവിലെ അവളെ വിളിച്ച് ഗുഡ് മോർണിംഗ് ഉണ്ട് പറഞ്ഞ്. എന്നെ അവളെ എപ്പോഴും കാലത്തെയും ഒക്കെ വിളിക്കുന്നത്. പിന്നെ വിളിച്ചിട്ട് അവിടെ പ്രശ്നമാണ്, അവിടുത്തെ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥി പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞതായിട്ടേ അറിയാവൂ. അടുത്ത മാസം വരാൻ നമ്മുടെ അടുത്തുള്ളൊരു കുവൈറ്റിലുള്ള ഒരു സഹോദരൻ്റെ ഭാര്യ കൂടി വന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന്. ഞാനൊന്ന് പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ സംഭവം നടന്നു. സാബുവിൻ്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ല. രാവിലെ 7 മണിക്ക് അവന് ഇതുപോലെ സംഭവം നടന്നു. ഇവിടുത്തെ 7 മണിക്ക് സംഭവം നടക്കുമ്പോൾ പാസ്റ്റർ ജസ്റ്റ് ഒന്ന് വിളിച്ചു, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ അവൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാനോട് ഇവിടെ വന്നു. രാത്രി 10 മണി വരെ നമുക്ക് യാതൊരു സ്ഥിരീകരണവും ഇല്ല ഒരിടത്തും. അവിടുന്ന് തന്നെ അഭ്യൂഹങ്ങൾ മാത്രം വരുന്നു. നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, അവർ വിളിക്കുന്നു, ലിസ്റ്റിൽ പേരുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മിസ്സിംഗ് ലിസ്റ്റിലൊന്നും ആദ്യം നമ്മൾ കരുതുക. 10:30 ആയപ്പോഴാണ് ഒരു ഏകദേശ കൺഫേം മനസ്സിലായി. പിന്നെ ഇതിന് സംഗതി അടുത്ത മാസം നാട്ടിൽ വരാനിരുന്ന മോളുടെ +2 പഠനം കഴിഞ്ഞു. അവൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഫൈനൽ ചെയ്യാൻ വേണ്ടി വരാനിരുന്ന ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്, ഒരു മൊബൈലൊക്കെ വാങ്ങിച്ച്, അതുകൊണ്ട് സന്തോഷത്തോടെ വരാൻ ചെയ്യുന്നു. എൻ്റെ മരുമോനായിട്ടല്ല, എൻ്റെ മോനാണ്. എനിക്ക് 2 ആൺമക്കളൊരു മോളുടെ ഹസ്ബൻഡ്. 20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഇന്നുവരെയും പപ്പ എന്നും മോനെന്നും അല്ലാതെ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. എൻ്റെ മോളുടെയും കുഞ്ഞുങ്ങളുടെയും 2 പെൺകുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഇനി ഞങ്ങളെ പറ്റിനൊക്കെ പ്രായമാണ്. ദൈവത്തിൽ ആശങ്കയുണ്ട്. ഞങ്ങൾ ദൈവത്തിൽ പരമേൽപ്പിക്കുന്നു. ദൈവമെല്ലാം നന്നായി ചെയ്ത് വിശ്വസിക്കുന്നു. മോളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. വ്യാഴാഴ്ച ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂരിലൊരു ടെസ്റ്റിന് വേണ്ടി മോളും കൊച്ചുമോളും കൂടെ പോകാനായിട്ട് കൊട്ടാരക്കരയിൽ നിന്നൊരു ബസ് ബുക്ക് ചെയ്തിരുന്നു. ഇവിടുന്ന് കുറേ പേരുണ്ട്. 4 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്നു. അപ്പോഴാണ് മെനഞ്ഞാന്ന് ഈ വാർത്ത ഞങ്ങളെ തേടിയെത്തുന്നത്. ഞാൻ മോളുടെ അഡ്മിഷൻ്റെ കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും MLA-യോടും MP-യോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇനി മോളെ പുറത്തോട്ട് വിടാൻ ഈ സാഹചര്യത്തിൽ ഇപ്പം പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഗവൺമെൻറ് തലത്തിൽ തന്നെ നമുക്ക് നല്ല മാർക്കുണ്ട്, ഹൈസ്റ്റ് മാർക്കുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു അഡ്മിഷൻ തരണമെന്ന് BSc നഴ്സിംഗ്. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, പരമാവധി മാക്സിമം ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.